യെസ്, താങ്ക് യു സി മുഹമ്മദ് ഷാ. മാർട്ടിൻ ജോർജ്, DCC പ്രസിഡന്റ്, കണ്ണൂരിൽ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. മാർട്ടിൻ ജോർജ്, ഈ അന്വേഷണം ശരിയാവണ്ണം നടക്കുന്നുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞല്ലോ. ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പോലീസും ഗവൺമെന്റും കള്ളക്കളി കളിക്കുകയാണ്. ഇരയോടൊപ്പമാണ് എന്ന് പറയുകയും വേട്ടക്കാരന്റെ ഒപ്പം കൂടെ നിൽക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് ഈ കേസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. കാരണം ഇതിനകത്ത് ദുരൂഹതകളാണ് ഇതിനകത്ത് മുഴുവനുള്ളത്. ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുമ്പോൾ ആരോട് ചോദിച്ചിട്ട് കൊണ്ടുപോയി എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ രക്തക്കറയുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല എന്ന് വിവരാവകാശത്തിൽ വരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കിടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. ഇതിന് അന്വേഷണ സംഘം എന്താണ് അന്വേഷിച്ചത്? ഒരു കളക്ടറുമായി ബന്ധപ്പെട്ട IAS ഓഫീസറുമായി ബന്ധപ്പെട്ട ഒരു കേസിന് ഒരു SHOനെ ചുമതലപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എത്ര സീരിയസ് ആയിട്ടാണ് ഗവൺമെന്റ് കണ്ടത്. അതിനുശേഷം പുതിയൊരു അന്വേഷണ സംഘത്തെ നിയമിച്ചു. ഈ അന്വേഷണ സംഘം എന്താണ് അന്വേഷിച്ചിരിക്കുന്നത്? ആരോട് ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നടത്തിയിരിക്കുന്നത്? ഇതെല്ലാം പ്രഹസനമായ അന്വേഷണങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇവിടെ കഴിഞ്ഞ ദിവസത്തിലെ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളായി സെൻട്രൽ ജയിലിലേക്ക് വന്നപ്പോൾ അവിടെ പോയി സ്വീകരിച്ചത് ആരാണ്? ജയിൽ അഡ്വൈസറിയുടെ മെമ്പറാണ്. പിന്നെ എന്ത് നീതിയാണ് ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുക? അതുകൊണ്ട് ഈ നീതി ഒരിക്കലും നമുക്ക് സന്തോഷം നൽകുന്നതല്ല. അതിന് എതിരെ ആ കുടുംബം അപ്പീൽ പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് യഥാർത്ഥ പ്രതികൾ പുറത്തു വരണമെങ്കിൽ, യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഇത് അന്വേഷണം വേണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ CBI അന്വേഷണമല്ലാതെ മറ്റൊന്നും പോരാ എന്നാണ്. അഭിഭാഷകരുടെ പ്രതികരണം കാണാം.